ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് പരിപാടി കൈകൊട്ടിക്കളിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആൾക്കാരുടെ കൈകൊട്ടിക്കളി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീടിൻ്റെ അപ്പുറത്ത് ചേച്ചിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും അമ്മയും അല്ലൂസും കുഞ്ചെറുക്കനും അപ്പുറത്ത് ചേച്ചിയായിട്ടാണ് പോകുന്നത്. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമുള്ളപ്പോൾ നടന്നു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ റോഡ് സൈഡിൽ നിറച്ച് കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ചെന്നപ്പോൾ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിലൊക്കെ തിക്കിത്തിടക്കിലൊക്കെ ഞങ്ങൾ ഉള്ളിൽ കയറി നിന്ന് അങ്ങനെയൊക്കെ അല്ലുവിനെ ഞാൻ എടുത്തേക്കുന്നതുകൊണ്ട് അവൾക്ക് നല്ല രീതിയിൽ നിന്നൊന്ന് തുള്ളി കാണാൻ പറ്റില്ല. അവൾക്ക് പാട്ട് കേട്ടപ്പോൾ തുള്ളണം. അപ്പോൾ അതുകൊണ്ട് തുള്ളി കാണാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് കൈ തന്നെ ഇരുന്നുകൊണ്ട് കൈ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഇരുന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി നിന്ന് കാണുമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അപ്പുറത്ത് വന്ന് നേരെ നടന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ വന്ന് നിന്ന് കാണാം. അപ്പോൾ അവൾക്ക് നേരെ നിന്ന് കാണാൻ പറ്റും, നല്ല രീതിയിൽ കാണാൻ പറ്റും. അവൾക്ക് ഫ്രണ്ടിൽ തന്നെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് കണ്ട് ഒരു 3-4 ഗ്രൂപ്പിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബ്ലൗസിൻ്റെ കളർ വ്യത്യാസത്തിൽ 3-4 ഗ്രൂപ്പിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാൻ ഈ കൈകൊട്ടിക്കളി നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കൈകൊട്ടിക്കളി നേരിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം വീഡിയോസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്രൂപ്പിൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബ്രേക്ക് കിട്ടിയായിരുന്നു. കാരണം ആന വരുന്നത് കൊണ്ട് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാൻ പറഞ്ഞപ്പം അല്ലു അവർ കളിക്കുന്നിടത്ത് പോയിട്ട് അവളത് കണ്ടിട്ട് അതുപോലെ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അതുപോലെയൊക്കെ കാലൊക്കെ പൊക്കി കൈയൊക്കെ അടിച്ച് ഭയങ്കര കളിയായിരുന്നു. വിളിച്ചിട്ടാണ് ഒട്ട് വരുന്നതും ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അവസാനം അപ്പം ആന വരുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും എഴുന്നേറ്റ് തൊഴുന്നത്. അപ്പോൾ ആ സമയത്ത് അല്ലുവിടെ ഭയങ്കര കളിയില്ല, ഡാൻസ് കളിയാണ്. പിന്നെ ഒരു വിധത്തിൽ പിടിച്ച് ഞാൻ കൊണ്ടുവന്ന് അതിനിപ്പോൾ അടുത്ത ആൾക്കാർ ഡാൻസിന് വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്ലൗസിൻ്റെ കളർ മാറി. ഇപ്പോൾ റെഡ് കളർ ബ്ലൗസാണ് അടുത്തത് വന്നത്. അപ്പോൾ ഇനി ഇവരുടെ കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ കൈകൊട്ടിക്കളിയായിരുന്നു. മൊത്തം പിള്ളേരായിരുന്നു, കൊച്ചു പിള്ളേർ. ഒരു പട്ടുപാവടയൊക്കെ ഇട്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ എനിക്ക് ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഡ്രസ്സായിരുന്നു. അപ്പം ഇവരുടെയും കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇതും കൂടി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൈകൊട്ടിക്കളി ആദ്യത്തെ ഒരു ടീമിൻ്റെ, ഞങ്ങൾ വന്നപ്പോൾ കണ്ട ടീമിൻ്റെയും പിന്നെ റെഡ് കളർ ബ്ലൗസ് ഇട്ട പിള്ളേരുടെ അവരുടെയും നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ള ടാറ്റ ബൈ ബൈ. ഓക്കെ.